ജെന്റിൽമാൻ, നിങ്ങൾ നിങ്ങളുടെ അഡ്വഞ്ചർ ട്രിപ്പ് തുടങ്ങാൻ പോകുന്നത് ഇവിടെ റിവർ ക്രോസിംഗിൽ നിന്നാണ്. റിവർ സൈഡിൽ ഹോവർ ക്രാഫ്റ്റ് ഉണ്ട്. അതിൽ വളരെ വലിയ ബാക്ക് ബാറ്റ്സും ഉണ്ട്. അതിനുള്ളിൽ ഈ ട്രിപ്പിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട്. റൂട്ട് ചാർട്ടിന്റെ മാപ്പും അതിനകത്ത് വെച്ചിട്ടുണ്ട്. എനി ക്വസ്റ്റ്യൻസ്? ഈ മിസ്റ്റർ ഗുംനാം സിംഗ് ആരാണ്? അവരെന്തിനു വേണ്ടിയാ ഈ 500 crore ചെലവ് ചെയ്യാൻ പോകുന്നേ? മിസ്റ്റർ ഗുഡ്നാം ഒരു അഡ്വഞ്ചർ സ്നേഹിയാണ്. അഡ്വഞ്ചർ സ്പോർട്സ് ശക്തിപ്പെടുത്താനായി ഇതുപോലുള്ള അഡ്വഞ്ചർ സ്പോർട്സ് ഒക്കെ നടത്തി വരുന്നു. നിങ്ങൾ വിശ്വസിക്കില്ല, 500 കോടി അദ്ദേഹത്തിന് നിസ്സാരമാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് എന്തുമാത്രം പണമുണ്ടെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. ഈ ട്രിപ്പ് അവസാനിക്കുമ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് നിങ്ങളുടെ മുൻപിൽ വരും. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. അവിടെ ടെന്റ് ഉണ്ട്. നാളെ രാവിലെ റിവറിൽ നിന്ന് ഫസ്റ്റ് ലെഗ് സ്റ്റാർട്ട്. അല്ല, ഇയാൾ എന്തായി ഉദ്ദേശിക്കുന്നേ? ഇപ്പൊ പറഞ്ഞത് ഇന്ന് രാത്രി വല്ലാത്ത മഴ പെയ്യുമെന്നാണ്. നാളെ രാവിലെ റിവർ ക്രോസ് ചെയ്യുന്നത് കഷ്ടമായിരിക്കും. റിവർ നമ്മൾ ഇന്ന് തന്നെ ക്രോസ് ചെയ്യണം. ഓക്കേ, ബിഗ് ബുള്ളിനെ പോലെ കാലാവസ്ഥയെ മനസ്സിലാക്കാൻ കഴിയുന്നവർ ആരുമില്ല. അപ്പോ ഇന്ന് തന്നെ തുടങ്ങാം. നിങ്ങളുടെ ക്രാഫ്റ്റ്സിൽ ഓരോരുത്തർക്കും ഓരോ വോക്കി ടോക്കിയും ഉണ്ടായിരിക്കും. അതിലൂടെ 1 കിലോമീറ്റർ റേഡിയസിൽ നിങ്ങൾക്ക് സംസാരിക്കുകയും ചെയ്യാം. നോ റെസ്റ്റ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. പാർട്ടിസിപ്പൻസ് എല്ലാവരും റെഡിയല്ലേ? പിടിച്ചോ, ഞാൻ ഓടിച്ചോളാം. പോയാലോ? റെഡിയല്ലേ മോട്ടു? എടാ മോനെ, മാപ്പ് തന്നെ എങ്ങനെയാ പോണ്ട ഞാൻ നോക്കട്ടെ. അപ്പോ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് സെറ്റ് ഗോ. മോട്ടു, നീ റൂട്ട് മാപ്പ് നോക്കാൻ വെറുതെ സമയം കളയണ്ട. എല്ലാവരും പോയി കഴിഞ്ഞു. എല്ലാരും പൊക്കളഞ്ഞു. ഇനിയിപ്പോ റേസിന് നമ്മള് 2 പേര് മാത്രമേ ഉള്ളൂ. 500 കോടി നമുക്ക് മാത്രമേ കിട്ടൂടാ. ഓ മോട്ടു, ഞാൻ പോയിന്ന് പറഞ്ഞത് അവര് സ്റ്റാർട്ട് ചെയ്ത് പോയിന്നാ. ദേ അങ്ങോട്ട് നോക്ക്, കണ്ടോ? ഓ നോ, സോറി. വേഗം പോട്ടെ. സൂക്ഷിച്ച് വേഗം പോട്ടെ. എടാ മോനെ, ഒന്ന് വേഗം പോടാ. എല്ലാരും അടുത്തെത്തി. വേഗം പോ. ആടിപ്പോളി. എടാ മോനെ, നീ എന്തുവാടാ കാണിക്കുന്നേ? നീ ഇത് കാളവണ്ടി ഓടിക്കുക. ഇത്ര പതുക്കെ പോയാലേ നിനക്ക് 500 രൂപ പോലും കിട്ടില്ല. സൂക്ഷിച്ച് നോക്കി സൂക്ഷിക്കണം. ചേടാ, ഇതെന്താ ഇവരെല്ലാരും മുന്നോട്ട് പോയത്? എടോ അണ്ട്രേ, സൂക്ഷിച്ച്. എടാ മോനെ, നീ കണ്ട എവിടെയാണോ വെച്ചിരിക്കുന്നത്? സൂക്ഷിച്ച് ഓടിക്കടാ. എവിടെയെങ്കിലും പോയി ഇടിച്ചാലുണ്ടല്ലോ. അയ്യോ എന്റെ അമ്മോ. നീ ഇപ്പൊ നമ്മള് 2 പേരെയും കൊല്ലായിരുന്നു. സൂക്ഷിച്ച് ഓടിക്കടാ. അയ്യോ, ഒന്ന് പിടിച്ചിരുന്നോടാ. ഇത് എന്തുമാത്രം പാറകളാ. എനിക്ക് പേടിയാവുന്നു. എനിക്ക് വീട്ടിലേക്ക് പോകണം. ഇനി നമ്മള് റേസ് ജയിക്കുന്നതിൽ നിന്ന് ആർക്കും തടയാൻ പറ്റില്ലടാ. മോട്ടു, ഏറ്റവും ആദ്യം നമുക്ക് മോട്ടു പത്ലുവിന്റെ വഴിയിൽ തടസ്സമുണ്ടാക്കണം.
നമുക്ക് ഇവന്മാരെ ഈ വെള്ളത്തിലിട്ട് മുക്കി കളഞ്ഞാലോ? ചുമ്മാ ഇരിക്കുന്ന സമയത്ത് 2 പുസ്തകം പഠിച്ചിരുന്നെങ്കിൽ എന്ത് കാര്യം പ്ലാൻ ചെയ്ത് ചെയ്യണമെന്ന് നിനക്ക് മനസ്സിലായാലേ? അതിന്റെ കുറെ ഇപ്പൊ മനസ്സിലായോ? ആ, ശരി. എന്നെ എന്തിനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അങ്ങോട്ട് നോക്കേ, മുൻപോട്ട്. ഞാൻ എന്തിനാണ് മുമ്പോട്ട് നോക്കട്ടെ? നിനക്ക് വേണം മുമ്പോട്ട് നോക്കടാ. ഞാൻ നിന്റെ വാക്ക് എന്തിനു കേക്കണം? ഓക്കേ, എന്റെ വാക്ക് കേൾക്കണ്ട. മോട്ടു എടോ, മുന്നോട്ട് നോക്കിയില്ലെങ്കിൽ എല്ലാം കൂടെ മേലോട്ട് പോകും. ഞാൻ നോക്കില്ല. മോട്ടു മുമ്പിലേക്ക് നോക്ക്. മോട്ടു നോക്ക് നോക്ക്. എന്റെ പത്ലുവേ. എടാ പത്ലു. സൂക്ഷിച്ച്. ബൈ ബൈ മോട്ടു പത്ലു. വീണ്ടും നമ്മൾ തമ്മിൽ കാണണ്ട. ബൈ ബൈ. അങ്ങനെ 2 കോമ്പറ്റീറ്റർ കുറഞ്ഞിരിക്കുന്നു. മോട്ട് പത്ല, നമുക്ക് പിന്നെ കാണാട്ടാ. ആഹാ, അത് പൊളിച്ചു. ബൈ ബൈ. നമ്മൾ ഇവിടെ പെട്ടി കിടക്കുക. അവിടെ അവന്മാർക്ക് തമാശ. ഒന്ന് കൈ കിട്ടിയാ പിന്നെ കാണിച്ചു കൊടുക്കാം. എന്റെ അമ്മോ മോട്ടുപത്ലു, നിങ്ങൾ ബൈ എയറിലല്ല പോകേണ്ടത്, ഈ റിവറിലാണ് യാത്ര ചെയ്യേണ്ടത്. മനസ്സിലായോ? എന്റെ മോട്ടു. മോട്ടു, എന്റെ കയ്യിൽ നിന്ന് ബാലൻസ് പോകുന്നുണ്ട്. നടുവിലേക്ക് വന്ന് നിൽക്ക. മോട്ടു, വേണ്ട വേണ്ട വേണ്ട. മോട്ടുപത്ലു, ഇവിടുത്തെ ആൾക്കാർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കൂ നമ്മുടെ മോട്ടുപത്ലുടെ സ്ഥിരം മാജിക്. അതെ ചിങ്കം സാറേ, മോട്ടു പത്ലു is back. എടാ മോരെ, ഓവർക്രാഫ്റ്റ് കണ്ണു തുറന്നോണ്ട് ഓടിക്കണേ. അതെ അച്ഛാ. ആഹാ. എന്തൊരു മനോഹരമായ കാഴ്ചയാണ് മോട്ടുപത്ലു. ശരിക്കും നല്ല ഭംഗിയുണ്ടല്ലേ? അങ്ങോട്ട് നോക്കിയേ, ദേ ഒരു മാന്, മാത്രമല്ല പെൺകുയിലുണ്ട്. ബ്യൂട്ടിഫുൾ. ഞാൻ എല്ലാവരുടെയും പുറകിലാണല്ലോ. ഞാനിപ്പോ റേസിൽ എങ്ങനെ ജയിക്കുക? ഇതെന്താ ഇത്രയും പക്ഷികൾ എന്റെ അടുത്തേക്ക് വരുന്നത്? എന്റെ അമ്മോ, രക്ഷിക്കുക രക്ഷിക്കുക, പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്ക്, കൊത്തല്ലേ, രക്ഷിക്കുക. എന്റെ സോറാവരി ചേട്ടാ, ഇതൊരു ചെറിയ കിളിയല്ലേ, അതിനെ എന്തിനാ പേടിക്കുന്നേ? അതെ, അങ്ങോട്ട് നോക്കിയേ, എത്ര ഫ്ലൈയിങ് ഫിഷാ വരുന്നേന്ന്. രണ്ട് പുസ്തകം കൂടുതൽ പഠിച്ചിരുന്നെങ്കിൽ ഫിഷിന്റെ പുറകിൽ നിനക്ക് നോക്കാൻ കഴിയുമായിരുന്നു. കാരണം വലിയൊരു ക്രോക്കഡൈൽ അതിനെ ചേസ് ചെയ്ത് പോവുകയാണ്. 2 കോമ്പറ്റീറ്ററിനെ കൂടി കുറയ്ക്കേണ്ട സമയമായിരിക്കുന്നു. നീ എന്തൊക്കെ ചെയ്ത? ഇതിപ്പോ എന്ത് മാരണമാ എന്റെ പത്ലു. പൊളിച്ചെടുത്തല്ലോ, രക്ഷിക്കണേ. ബ്രോ, എനിക്ക് വിശ്വസിക്കാൻ ഇത്രയും വലിയ ക്രോക്കഡൈലോ? പത്ലു, നമുക്ക് അവരെ സഹായിച്ചേ പറ്റൂ. വാ മോട്ടു. എങ്കി വാ. ഏയ് മുതലേ,
അവരെ രണ്ടുപേരെയും വിട്ടേക്ക്. എടാ പത്ലു, ഈ ബോട്ട് എന്തിനാണ് പുറകോട്ട് പോണേ? മോട്ടു ബോട്ടിന്റെ സ്പീഡ് കൂട്ടാൻ നോക്ക്. സ്പീഡ് ഞാൻ കൂട്ടുന്നൊക്കെ ഉണ്ട്, പക്ഷെ ബോട്ട് മുന്നോട്ട് പോകുന്നില്ല. അയ്യോ, ഇവിടെ എന്താ ഈ നടക്കുന്നത്? ബോട്ട് എന്താ ഇവിടെ കിടന്ന് വട്ടം കറങ്ങുന്നത്? ആരാ നമ്മളെ പിടിച്ച് വലിക്കുന്നെന്ന് അറിയില്ലല്ലോ. നിങ്ങൾ പോയിക്കോ, ഞങ്ങളെ കൊണ്ട് പോരാൻ കഴിയില്ല. ഓൾ ദി ബെസ്റ്റ്. മോട്ടു ബോട്ടിൽ മുറുക്കി പിടിച്ചോ. എല്ലാവരുടെ ബോട്ടും പുറകോട്ട് പോകുന്നു. അയ്യോ, എടാ പത്ലു, ഇത്രയും വലിയ വെള്ളച്ചാട്ടമോ? അയ്യോ, ഞങ്ങളെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. എല്ലാരും ബോട്ട് ടൈറ്റായിട്ട് പിടിച്ചോ. അയ്യോ, Watch India's largest kids library only on Jio Hotstar. Download the app now.